ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാപ്റ്ററിൽ ഒരു ഡോക്യുമെന്റിൽ എങ്ങനെ വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യാം എന്ന് നോക്കാം. വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് എന്ന സെക്ഷൻ വേർഡ് ആർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേർഡ് ആർട്ടിന്റെ പല സ്റ്റൈൽസ് കാണാവുന്നതാണ്. ഇതിൽ ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് ആവശ്യം അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് ആർട്ട് സ്റ്റൈലാണ് ആവശ്യമെങ്കിൽ ഇതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. മുൻ വേർഷനുകളോട് കമ്പയർ ചെയ്ത് വേർഡ് ആർട്ട് ഇപ്പോൾ പുതിയ സ്റ്റൈലിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇവിടെ ഇൻസേർട്ട് ഷേപ്സ്, ഷേപ്പ് സ്റ്റൈൽസ്, ഷേപ്പ് ഫിൽ, ഷേപ്പ് ഔട്ട്ലൈൻ, ഷേപ്പ് എഫക്ട്സ്, വേർഡ് ആർട്ട് സ്റ്റൈൽസ് എന്നിവ കാണാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം ടെക്സ്റ്റ് ഫിൽ കളർ, ടെക്സ്റ്റ് ഔട്ട്ലൈൻ കളർ, ടെക്സ്റ്റ് എഫക്ട്സ് എന്നിവ നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റു പല ഓപ്ഷൻസും കാണാവുന്നതാണ്. വേർഡ് ആർട്ട് നമ്മൾ നേരത്തെ ഇൻസേർട്ട് ടാബിൽ കണ്ട ടെക്സ്റ്റ് ബോക്സിനോട് കമ്പയർ ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബോക്സ് ഒരു പെർട്ടിക്കുലർ സെപ്പറേറ്റ് ഷീറ്റ് ആയി ഒരു ടെക്സ്റ്റിന്റെ ഒരു കണ്ടന്റ് ആയിരുന്നെങ്കിൽ വേർഡ് ആർട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയ ഡിസൈൻഡ് ടെക്സ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം മൂവ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. വേർഡ് ആർട്ട് മോഡിഫൈ ചെയ്യുന്നതിന്റെ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ നൽകാവുന്നതാണ്. നിങ്ങളുടെ പേജ് ഹെഡിങ്സ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിനാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് മറ്റു ഓപ്ഷൻസും കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു വേർഡ് ആർട്ട് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത സിഗ്നേച്ചർ ലൈനിനെ പരിചയപ്പെടാം. സിഗ്നേച്ചർ ലൈൻ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 ആൻഡ് 2010 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പുതിയ ഫീച്ചർ. സിഗ്നേച്ചർ ലൈൻ ആക്സസ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് സിഗ്നേച്ചർ ലൈൻ, ആഡ് സിഗ്നേച്ചർ സർവീസസ് എന്ന സെക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന സിഗ്നേച്ചർ ലൈൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇൻസേർട്ട് ആവുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഒറിജിനൽ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ആക്സസ് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കേണ്ടതെന്നാൽ സിഗ്നേച്ചർ ലൈൻ ഇൻസേർട്ട് ആവുന്നത് മറ്റ് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് വഴി ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അതും നിങ്ങളുടെ ജെന്യൂൻ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം സിഗ്നേച്ചർ ലൈൻ ഓപ്ഷൻ ഉപയോഗിക്കുക. ഡോക്യുമെന്റിൽ ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇവിടെ കാണുന്ന ഒബ്ജക്റ്റ് ടാബിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒബ്ജക്റ്റ് ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. ഇവിടെ വീഡിയോ ക്ലിപ്പ്, വേവ് സൗണ്ട്, വേർഡ് പാഡ് ഡോക്യുമെന്റ്, മിഡി സീക്വൻസ്, ബിറ്റ് മാപ്പ് ഇമേജ്, മീഡിയ ക്ലിപ്പ് എന്നിവ കാണാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫയൽ ബ്രൗസ് ചെയ്ത് അത് ഇവിടെ ഓപ്പൺ ആക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ഓഡിയോ ഫയൽ ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്നും ഒരു ഓഡിയോ ഫയൽ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഓഡിയോ ഫയൽ ഇവിടെ ഇൻസേർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. ഇത് പ്ലേ ചെയ്യുന്നതിനായി ഇതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മീഡിയ പ്ലെയർ വഴി ഈ പെർട്ടിക്കുലർ ഓഡിയോ ഫയൽ പ്ലേ ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ മീഡിയ പ്ലെയർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫയൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീയിന്മേൽ പ്രസ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഏത് രീതിയിലും ഒരു ഓബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇക്വേഷനെ പരിചയപ്പെടാം. ഇക്വേഷൻ ഉപയോഗിച്ച് മാത്തമാറ്റിക്സ് സിംബൽസ്, മാത്തമാറ്റിക് ഇക്വേഷൻസ് ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏരിയ ഓഫ് എ സർക്കിൾ, ബൈനോമിയൽ തിയറം, എക്സ്പാൻഷൻ ഓഫ് എ സം, ഫോറിയർ സീരീസ്, പൈത്തഗോറിയൻ തിയറം എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. താഴോട്ട് ഡ്രാഗ് ചെയ്യുന്തോറും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ഉള്ള സിംബൽസ് കാണാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഫോർമുല ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ കാണുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേണിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ വാല്യൂസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വാല്യൂസ് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം
ഒരു പെർട്ടിക്കുലർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യുന്നതിന് ഇവിടെ ഇക്വേഷൻ ടൂൾസ് എന്ന ടാബ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. അതോടൊപ്പം ഡ്രോയിങ് ടൂൾസും ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഇക്വേഷൻ ടൂൾസിനെ പരിചയപ്പെടാം. ഇവിടെ ഇക്വേഷൻ ചൂസ് ചെയ്യാനുള്ള സെക്ഷൻ കാണാവുന്നതാണ്. പ്രൊഫഷണൽ, ലീനിയർ, നോർമൽ ടെക്സ്റ്റ് എന്നീ സെക്ഷൻസിൽ നിന്നും നമുക്ക് ഏത് രീതിയിലുള്ള കൺവേർഷനാണ് ആവശ്യം എന്ന് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ചൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രാക്ഷണൽ ഫോമിൽ ഒരു ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫ്രാക്ഷണൽ സ്റ്റൈൽ ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. റാഡിക്കൽ, ഇന്റഗ്രൽ, ലാർജർ ഓപ്പറേറ്റർ, ബ്രാക്കറ്റ്, സൈൻ തീറ്റ, കോസ് തീറ്റ, സീക് തീറ്റ എന്നീ പാറ്റേൺസ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ആക്സെന്റ് പാറ്റേൺ, ലിമിറ്റ്, ഓപ്പറേറ്റർ, മെട്രിക് സിമ്പിൾ എന്നിവ ഇവിടെ നിന്നും ചൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു ടെക്സ്റ്റിന്റെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു മാത്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ ഓപ്ഷൻസിന്റെ ഉപയോഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ ടീച്ചേഴ്സിനും വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ് ഇത്. നമുക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇനി സിമ്പിൾസിനെ പരിചയപ്പെടാം. സിമ്പിൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സിമ്പിളിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ സിമ്പിൾസ് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏത് സിമ്പിൾ ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ നിന്നും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചൂസ് ചെയ്ത് ഇൻസേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ പെർട്ടിക്കുലർ സെല്ലിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി സിമ്പിൾ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്നും സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര സിമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കീയിൽ പ്രസ് ചെയ്യുക. ഇത്രയുമാണ് സിമ്പിൾസിന്റെയും വേർഡ് ആർട്ടിന്റെയും ഓപ്ഷൻസ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.